കല്യാണം മുടക്കാനായിട്ട് പപ്പി എങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയത്? ഞാനൊന്ന് സപ്പോർട്ട് ചെയ്തേ ഉള്ളൂ. കല്യാണം നടക്കാൻ പോകുന്ന വീട്ടിൽ നിന്നൊരു കുട്ടിയെ കാണാതാവുമ്പോ കല്യാണം നടക്കില്ലല്ലോ. അതാ ആരോടും പറയാതിരുന്നത്. അത് ഇത്രയും കുഴപ്പാവൂന്ന് ഞാൻ ഓർത്തില്ല അമ്മേ. സോറി അമ്മേ. നീ അവള് പറയുന്നത് കേട്ടില്ലേ? കുറച്ചു മുമ്പേ സത്യമോൾ എന്തൊക്കെയോ ഇവിടെ കാണിച്ചു കൂട്ടി നീ പറഞ്ഞല്ലോ. സത്യമോളും പപ്പിമോളും കൂടി ഇങ്ങനെ കാണിച്ചു കൂട്ടിയത് ആർക്ക് വേണ്ടിയിട്ടാ? നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി മാത്രം. പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് കല്യാണം മുടക്കാൻ തോന്നിയതേ അത് ദൈവനിശ്ചയ. അച്ഛനും അമ്മയും മക്കളും ഒന്നിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് ആർക്കെങ്കിലും അതിനെതിരെ നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. കുട്ടികളുടെ മനസ്സിൽ കളങ്കം ഇല്ല മോളെ. അതുകൊണ്ട് അവരാഗ്രഹിക്കുന്ന പോലെ എല്ലാം നടക്കും. അതേ നടക്കൂ. ശാലിനി, ശാരദാമ്മേ, ഞങ്ങൾ കല്യാണം മുടക്കുന്നത് എങ്ങനെ അമ്മയ്ക്ക് വേണ്ടിയാവുന്നത്? പറ ശാരദാമ്മേ, എങ്ങനെ അമ്മയ്ക്ക് വേണ്ടിയാവുന്നേ? പറഞ്ഞു കൊടുക്ക് ശാരദ എങ്ങനെയാണെന്ന്. അത് മോളെ ശാരദാമ്മ അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ. ആ മോള് വന്നേ, നമുക്ക് എന്തായാലും കഴിക്കാം. വാ. നിന്റെ വേഷം കെട്ടലൊക്കെ അവിടെ മതി, എന്റെ അടുത്ത് വേണ്ട. വിളിച്ചോണ്ട് പോടി ഇതിനെ. സത്യമേ, സാമർത്ഥ്യം കാണിച്ച് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോ നിറയിക്കോളും. അതെങ്ങനെയാ? ഈ തള്ളയുടെ മോളല്ലേ? ഇതും ഇതിലപ്പുറം ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സത്യമേ, ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. പപ്പി ഒരു കുട്ടിയല്ലേ, അവളുടെ കൊച്ചു ബുദ്ധിയില്. കൊച്ചു ബുദ്ധിയോ? ഇവളുടേത് കൊച്ചു ബുദ്ധിയല്ലടാ, ആന ബുദ്ധി, കാട്ടാന ബുദ്ധി. എന്താ ഇവള് ചെയ്തു കുട്ടിയെന്ന് അറിഞ്ഞാലേ നിനക്കൊക്കെ മനസ്സിലാവും. അതൊന്നും ഇനി വിശദീകരിക്കണമെന്നില്ല. കുടുംബശ്രീയിൽ നിന്ന് വിളിച്ച് ശ്യാമ വഴി ഞങ്ങളെല്ലാം അറിഞ്ഞു. ഓ, ഇനി കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് പേടിച്ചാ ഞങ്ങളെല്ലാം ഇവിടെ കാത്തു നിന്നത്. വിശ്വചനം പോണേ നോക്ക്, കരയല്ലേ, വിശ്വസം കൊണ്ടുപോവാ. സാരമില്ല സാർ. കരയണ്ട, സമാധാനപ്പെട്. ഓക്കെ, മുകളിലോട്ട് പോ. കുറച്ചുകൂടി കൂടി. പപ്പി കുട്ടിയോട് ആരാ പറഞ്ഞ വീട് വിട്ട് ഇറങ്ങി പോവാൻ? ആരും പറഞ്ഞില്ല, ഞാൻ സ്വയം പോയതാ. എനിക്ക് ഇഷ്ടമല്ല വിഷ്ണു അച്ഛൻ ആ ആന്റിയെ കല്യാണം കഴിക്കുന്നത്. അത് മനസ്സിലായി.
പക്ഷെ ഇഷ്ടമില്ലാത്തതിന്റെ കാരണം വിഷ്ണു അച്ഛൻ ചോദിക്കണേ. അവൻ ചീത്തയാ. വിഷ്ണു അച്ഛന് ചേരുന്നത് ചേച്ചിയമ്മയാ. വിഷ്ണു അച്ഛൻ ചേച്ചിയമ്മയെ കല്യാണം കഴിച്ചാ മതി. പക്ഷെ നമ്മുടെ സത്യമ്മ സമ്മതിക്കുന്നില്ലല്ലോ മോളെ. സത്യമ്മയ്ക്ക് ഇഷ്ടം വിഷ്ണു അച്ഛൻ ആ കാർത്തികയെ കല്യാണം കഴിക്കുന്നതാ. അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തോണ്ടിരിക്കുക സത്യമ്മ. അത് മുടങ്ങണം. അതിനുവേണ്ടിയാ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അത് മനസ്സിലായി. പക്ഷെ കുട്ടികൾ ഇതുപോലത്തെ സാഹസങ്ങളൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അത് അപകടല്ലേ? വിഷ്ണു അച്ഛൻ പപ്പിക്കുട്ടീനെ കാണാതെ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ വല്ലതും? എന്നാ വിഷ്ണു അച്ഛൻ പറ, എങ്ങനെ ഈ കല്യാണം മുടക്കാൻ പറ്റും? അറിയില്ല. കാർത്തികയെ വിഷ്ണു അച്ഛൻ തന്നെ വിളിച്ചോണ്ട് വന്ന അവളെ സഹായിക്കാൻ. അത് പക്ഷെ ഇങ്ങനെയൊന്നും ആവുമെന്ന് കരുതിയതല്ല. വീട്ടുകാർക്ക് അറിയായിരുന്നോ ഹർഷനായിട്ടുള്ള ബന്ധം? അറിയാമായിരുന്നു. പക്ഷെ ആ ബന്ധം നടത്തില്ലെന്ന് അവർക്കെന്തോ വാശിയുള്ളതുപോലെ. അപ്പൊ 2 ആഴ്ച തൽക്കാലം ഒന്ന് മാറി നിൽക്കാൻ ഇടം കിട്ടിയ ഇയാളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. അല്ല, ഇയാളുടെ കൂട്ടുകാരികളുടെ ആരെങ്കിലും വീട്ടില്? അച്ഛന് എന്റെ കൂട്ടുകാരികളെ എല്ലാം അറിയാം. അച്ഛനറിയാവുന്ന ഏത് സ്ഥലത്തു നിന്നാണെങ്കിലും ഒരു പൂച്ചക്കുഞ്ഞിനെ തൂക്കിയെടുക്കുന്ന പോലെ എന്നെ തൂക്കും.